ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പോൾ സഹകാരി റേസ് പ്ലസിലെ ജനറൽ സ്റ്റഡീസിലെ അഥവാ ജനറൽ നോളജിലെ ക്ലാസ്സുകളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകളെ കുറിച്ചാണ്. കേരളത്തിൻ്റെ വിസ്തീർണം തുടങ്ങി കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്, അത്തരത്തിലുള്ള അടിസ്ഥാന വസ്തുതകൾ നമുക്ക് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് 1956 നവംബർ മാസം 1. നിങ്ങൾക്കറിയാവുന്നതുപോലെ 7ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് 1956 നവംബർ മാസം 1 തീയതി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഐ റിപ്പീറ്റ്, 7ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അഥവാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 തുടർന്ന് 7 സംസ്ഥാനങ്ങളും തെറ്റി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എന്ന് വന്നു? 1956 നവംബർ 1 വന്നു. കൂട്ടുകാരെ, കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1. എന്നാൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം ആന്ധ്ര. പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം കിടന്നതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റു ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രക്കാർക്ക് വേണ്ടി ഒരു സംസ്ഥാനം അനുവദിച്ചു കൊടുത്തു. അത് ആന്ധ്ര എന്നാണ്. എന്നാൽ 56 നവംബർ 1 അതിന്റെ പേരെന്തായി മാറി? ആന്ധ്രാപ്രദേശ് എന്നായി മാറി. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 56 നവംബർ 1. ഇത് വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 7ാം ഭരണഘടനാ ഭേദഗതി 1956 അഥവാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. കൂട്ടുകാരെ, ഇതിന് പ്രകാരം 500-ൽ പരം നാട്ടുരാജ്യങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത പ്രവിശ്യകളിലുമായി കിടന്നിരുന്ന നമ്മുടെ രാജ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനഃസംഘടിപ്പിക്കുകയായിരുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി നമ്മുടെ രാജ്യത്തെ പുനഃസംഘടിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഭാഷാ അടിസ്ഥാനത്തിലായിരുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെ മലയാളം സംസാരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ നാടുകൾ ഒരുമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മലബാർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചിരുന്ന പ്രവിശ്യയും തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും കൂടി ലയിപ്പിച്ചാണ് കേരള സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വന്നത്. ഐ റിപ്പീറ്റ്, ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്? മലയാളം സംസാരിക്കുന്ന മലബാർ പ്രവിശ്യ. മലബാർ പ്രവിശ്യ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട് മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള ആ ഭാഗം, അവിടെ ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ്. നമ്മൾ അതിനെ പ്രവിശ്യ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിന്റെ ഭാഗങ്ങൾ, പാലക്കാടിന്റെ കുറച്ച് ഭാഗങ്ങൾ, എറണാകുളം, ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങൾ അത് കൊച്ചി നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. താഴെ തെക്കോട്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി എന്ന നാട്ടുരാജ്യങ്ങളും നമ്മുടെ മലബാർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചിരുന്ന പ്രവിശ്യയും കൂടി ചേർന്നാണ് ഏത് സംസ്ഥാനം നിലവിൽ വരുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, പിന്നെ മലബാർ എന്ന് പറയുന്ന വളരെ വലിയൊരു ജില്ല. അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ ജില്ലയാണ് ഏത്? മലബാർ എന്ന് പറയുന്ന ജില്ല. വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇതാണ് കേരളത്തിന്റെ വിസ്തീർണം. വ്യക്തമാണ് കൂട്ടുകാരെ. കേരളത്തിൽ ജില്ലകളുടെ എണ്ണം നിങ്ങൾക്കറിയാവുന്നതുപോലെ 14 ജില്ലകളാണ്. അപ്പോൾ മലയാളം സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചിരുന്ന മലബാർ പ്രവിശ്യയും ബ്രിട്ടീഷുകാര് നാട്ടുരാജാക്കന്മാരിലൂടെ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ പറയുന്ന നാട്ടുരാജ്യങ്ങളും കൂടി ലയിച്ച് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. കൂട്ടുകാരെ, നിലവിൽ വരുന്ന സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ ജില്ലയാണ് ഏത്? മലബാർ ജില്ല. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഇന്ന് എത്ര ജില്ലകളുണ്ട് എന്ന് ചോദിച്ചാൽ 14 ജില്ലകളാണ് ഉള്ളത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. ഐ റിപ്പീറ്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്
നമുക്ക് ഈ പറയാവുന്നതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവ. ഇവയിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? 14 ജില്ലാ പഞ്ചായത്ത്. എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഓരോ ജില്ലയിലും ശരാശരി 40 മുതൽ 70 വരെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്? എത്ര കോർപ്പറേഷനുകളുണ്ട്? തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ വരെ 6 കോർപ്പറേഷനുകളും 87 മുനിസിപ്പാലിറ്റികളുമാണുള്ളത്. 6 കോർപ്പറേഷനും 87 മുനിസിപ്പാലിറ്റിയും. കൂട്ടുകാരെ, റവന്യൂ ഡിവിഷൻ, റവന്യൂ വില്ലേജ്, താലൂക്ക്, എത്ര താലൂക്ക് ഉണ്ട്? 14 ജില്ലകളിലായി 78 താലൂക്ക്. എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട്? 14 ജില്ലകളിലായി 27 റവന്യൂ ഡിവിഷൻ. എത്ര റവന്യൂ വില്ലേജുകൾ അഥവാ ഗ്രാമങ്ങളുണ്ട്? 1666. 14 ജില്ലകളിലായി 27 റവന്യൂ ഡിവിഷനുകൾ, 78 താലൂക്കുകൾ, 1666 റവന്യൂ വില്ലേജുകൾ അഥവാ ഗ്രാമങ്ങൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിയാൽ അവിടെ ഗ്രാമപഞ്ചായത്തുകൾ 941, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ 87, കോർപ്പറേഷനുകൾ 6. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 14 ജില്ലകളിലായി 27 റവന്യൂ ഡിവിഷൻ, 78 താലൂക്ക്, 1666 റവന്യൂ ഗ്രാമങ്ങൾ. കൂട്ടുകാരെ, എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്? നിങ്ങൾക്കറിയാവുന്നതുപോലെ 140 മണ്ഡലങ്ങളിൽ നിന്നായി 141 നിയമസഭാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഇപ്പോൾ ലോക്സഭയിൽ നിന്നും സംസ്ഥാന നിയമസഭകളിൽ നിന്നും ഭരണഘടനാ ഭേദഗതി വഴിയായി ഒഴിവാക്കിയതിനെ തുടർന്ന് നിലവിൽ സംസ്ഥാന നിയമസഭയിൽ അഥവാ കേരള നിയമസഭയിൽ ആരില്ല? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. അതുകൊണ്ട് തന്നെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 140 നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിലുള്ളത്. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 14 ആണ് ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കേരള നിയമസഭയിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 14. ഐ റിപ്പീറ്റ്, കേരള നിയമസഭയിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 14. എന്നാൽ കേരള നിയമസഭയിൽ പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങൾ 2. അവ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ഐ റിപ്പീറ്റ്, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്, 140 നിയോജക മണ്ഡലങ്ങളുണ്ട്, അവിടെ നിന്നും 140 നിയമസഭാ അംഗങ്ങളുണ്ട്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ 14 പട്ടിക ജാതിക്കാർക്കായിട്ടും 2 പട്ടിക വർഗക്കാർക്കായിരിക്കും സംവരണം ചെയ്തിട്ടുണ്ട്. ആ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. 2ഉം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ സംവരണ മണ്ഡലങ്ങൾ ആലത്തൂരും മാവേലിക്കരയും. ഐ റിപ്പീറ്റ്, പാലക്കാട് ജില്ലയിലാണ് ആലത്തൂരിന്റെ കൂടുതൽ ഭാഗങ്ങൾ വരുന്നത്. ഇനി പത്തനംതിട്ട, അതുപോലെ തന്നെ കൊല്ലത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലാണ് മാവേലിക്കര ഒക്കെ വരുന്നത്. അപ്പോൾ ആലത്തൂര്, മാവേലിക്കര ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആലത്തൂരും മാവേലിക്കരയും ലോക്സഭയിലെ സംവരണ മണ്ഡലങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഐ റിപ്പീറ്റ്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ 20 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വരിക. ഇതിൽ 2 സംവരണ മണ്ഡലങ്ങളാണ്. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് നമ്മുടെ മാവേലിക്കരയും. എത്ര രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്? അഥവാ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം. കൂട്ടുകാരെ, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ എണ്ണം എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം. മീൻസ് കേരളത്തിലെ MLA-മാർ തെരഞ്ഞെടുത്തവരുടെ എണ്ണം, MLA-മാർ തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം. അങ്ങനെ കേരളത്തിൽ എത്ര രാജ്യസഭാ സീറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 9 പേരാണ്. ഒരുപക്ഷെ ഒരു മലയാളിയെയോ അല്ലെങ്കിൽ ഒരു കേരളീയനെയോ മധ്യപ്രദേശിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ തെരഞ്ഞെടുത്ത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാം? രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു മലയാളിയെയോ അല്ലെങ്കിൽ ഒരു കേരളീയനെയോ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് അദ്ദേഹം കലാ, കായിക, സാംസ്കാരിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെയും എന്ത് ചെയ്യാം? രാജ്യസഭയിലേക്ക് പോകാം. ഉദാഹരണത്തിന് മുരളീധരൻ, അല്ലെ, ബി മുരളീധരൻ രാജ്യസഭ MP ആണ്. അദ്ദേഹം പക്ഷെ കേരളത്തിൽ നിന്നും പോയ വ്യക്തിയല്ല.
അദ്ദേഹത്തെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു, രാജ്യസഭയിലേക്ക്. എന്നാൽ നമ്മുടെ MS സ്വാമിനാഥൻ മലയാളിയാണ്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് വഴിയായിട്ടാണ്. കലാ കായിക സാംസ്കാരിക മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളെ, 12 വ്യക്തികളെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് MS സ്വാമിനാഥൻ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ 140 MLA-മാർ തെരഞ്ഞെടുത്തത് വഴിയായി, അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പിലൂടെ എത്ര പേർക്കാണ് രാജ്യസഭയിലേക്ക് പോകാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13. 21ഉം 13ഉം. വലുപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21, എന്നാൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 13. വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം, പക്ഷി, മത്സ്യം, വൃക്ഷം തുടങ്ങിയവയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇനി നാം പോകേണ്ടത്. ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഐ റിപ്പീറ്റ്, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. പഠിച്ചുകൊള്ളുക, ഔദ്യോഗിക മൃഗം അത് ആനയാണ്, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇന്ത്യയുടെ പൈതൃക മൃഗവും എന്ത് തന്നെയാണ്? ആന തന്നെയാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസിറസ് ബൈകോർണിസ്. ഐ റിപ്പീറ്റ്, ബ്യൂസിറസ് ബൈകോർണിസ്. ഐ റിപ്പീറ്റ്, ബ്യൂസിറസ് ബൈകോർണിസ്. മലമുഴക്കി വേഴാമ്പലാണ് ഔദ്യോഗിക പക്ഷി. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്, എട്രോപ്ലസ് സുരാറ്റനൻസിസ്. ഐ റിപ്പീറ്റ്, ഔദ്യോഗിക മത്സ്യം കരിമീൻ, എട്രോപ്ലസ് സുരാറ്റനൻസിസ്. ഔദ്യോഗിക വൃക്ഷമാകട്ടെ തെങ്ങ്, കൊക്കോഫസ് ന്യൂസിഫറ. ഐ റിപ്പീറ്റ്, കൊക്കോഫസ് അല്ല, കൊക്കോസ് ന്യൂസിഫറ. അപ്പോൾ നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങ്. കേരം തിങ്ങും കേരള നാട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഈ തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാകട്ടെ കൊക്കോസ് ന്യൂസിഫറ. കൊക്കോസ് ന്യൂസിഫറ. ഔദ്യോഗിക മൃഗം ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസിറസ് ബൈകോർണിസ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ, എട്രോപ്ലസ് സുരാറ്റനൻസിസ്. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കൊക്കോസ് ന്യൂസിഫറ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന, കാസിയ ഫെസ്റ്റുല. കാസിയ ഫെസ്റ്റുല അഥവാ കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഔദ്യോഗിക പാനീയം ഇളനീരാണ്. എന്നാൽ ഔദ്യോഗിക ഫലം 2018 കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ചക്കയാണ്. ആർട്ടോ കാർപ്പസ് ഹെറ്ററോഫിലസ്. ഓർക്കുക, ആർട്രോ കാർപ്പസ് ഹെറ്ററോഫിലസ്. ഔദ്യോഗിക ഫലം ഏതാണ് കൂട്ടുകാരെ? ആർട്രോ കാർപ്പസ് ഹെറ്ററോഫിലസ്. ഒന്നും കൂടി, ആർട്രോ കാർപ്പസ് ഹെറ്ററോഫിലസ്. ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. ഔദ്യോഗിക ശലഭമാകട്ടെ ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ. ഇതാണ് ശാസ്ത്രീയ നാമം. ബുദ്ധമയൂരിയുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഔദ്യോഗിക പുഷ്പം കണിക്കുന്ന, കാസിയ ഫെസ്റ്റുല. ഔദ്യോഗിക പാനീയം ഇളനീര്. ഔദ്യോഗിക ഫലം ചക്ക, ആർട്ടോ കാർപ്പസ് ഹെറ്ററോഫിലസ്. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ബുദ്ധമയൂരിയുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കൂട്ടുകാരെ, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി നമ്മൾ നേരത്തെ പറഞ്ഞു, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ അതിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ബ്യൂസിറസ് ബൈകോർണിസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നോക്കാം, കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. എന്നാൽ കേരളത്തിന്റെ കടൽ ദൈർഘ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള റിപ്പോർട്ട് പ്രകാരം 590 കിലോമീറ്റർ ആണ് എന്നും പറയുന്നുണ്ട്. രേഖകളിൽ തന്നെ 580 എന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകളിൽ 590 എന്നും പറയുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. പ്രത്യേകം ഓർക്കുക, കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9 ജില്ലകൾ. 9 ജില്ലകൾക്ക് എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. ഓർക്കുക, കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. അങ്ങനെ 9 ജില്ലകൾക്ക് എന്തുണ്ട്? തീരപ്രദേശമുണ്ട്, അഥവാ സമുദ്ര അതിർത്തിയുണ്ട്. കൂട്ടുകാരെ, അറബിക്കടലുമായിട്ടാണോ ബംഗാൾ ഉൾക്കടലുമായിട്ടാണോ
ഏത് സമുദ്രവുമായിട്ടാണ് കേരളത്തിന് അതിർത്തിയുള്ളത്? അത് അറബിക്കടലുമായിട്ടാണ്. അപ്പോൾ സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം 4 ജില്ല, തൃശ്ശൂര് 5, എറണാകുളം 6, ആലപ്പുഴ 7, കൊല്ലം 8, തിരുവനന്തപുരം 9. അങ്ങനെ 9 ജില്ലകൾക്ക് എന്തുണ്ട്? സമുദ്ര അതിർത്തിയുണ്ട്, അറബിക്കടലുമായി അതിർത്തിയുണ്ട്. എന്നാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, ഐ റിപ്പീറ്റ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകൾക്ക് എന്തില്ല? സമുദ്ര അതിർത്തി ഇല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകൾക്ക് എന്തില്ല? സമുദ്ര അതിർത്തി ഇല്ല. കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കാണ് തമിഴ്നാടുമായി അതിർത്തിയുള്ളത്? ഇവിടെ തമിഴ്നാടാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വയനാടിന്റെ മുത്തങ്ങയ്ക്ക് മുകളിലോട്ട് മാത്രമാണ് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ഉള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കാണ് തമിഴ്നാടുമായി അതിർത്തിയുള്ളത്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, പിന്നെ വയനാട് എന്നീ ജില്ലകൾക്കാണ് തമിഴ്നാടുമായി അതിർത്തിയുള്ളത്. തിരുവനന്തപുരം 1, കൊല്ലം 2, പത്തനംതിട്ട 3, ഇടുക്കി 4, കൂട്ടുകാരെ തൃശ്ശൂര് 5, എറണാകുളം 6, പാലക്കാട് 7, മലപ്പുറം 8, വയനാട് 9. 9 ജില്ലകൾക്ക് തമിഴ്നാടുമായി അതിർത്തിയുണ്ട്. എന്നാൽ വയനാട് മുത്തങ്ങയ്ക്ക് മുകളിലോട്ട് ഈ ഭാഗത്തോട്ട് വയനാടിന് കർണാടകവുമായി അതിർത്തിയുണ്ട്. അങ്ങനെ വയനാട്, കണ്ണൂര്, കാസർഗോഡ് എന്നീ 3 ജില്ലകൾക്ക് കർണാടകവുമായും എന്തുണ്ട്? അതിർത്തിയുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. എന്നാൽ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തി ഇല്ലാത്തതുമായ ഒരു ജില്ലയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കോട്ടയം ജില്ല. ബാക്കി ഏത് ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഇടുക്കി നോക്കിക്കഴിഞ്ഞാലും അതിനെന്തുണ്ട്? അത് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. എറണാകുളത്തിനും തൃശ്ശൂരിനും പാലക്കാടിനും മലപ്പുറത്തിനും ഒക്കെ എന്തുണ്ട്? മറ്റ് സംസ്ഥാനങ്ങളുമായി എന്തുണ്ട്? അതിർത്തിയുണ്ട്. കോഴിക്കോടിന് ആകട്ടെ സമുദ്ര അതിർത്തിയുണ്ട്. കണ്ണൂരിന് സമുദ്ര അതിർത്തിയും കർണാടകവുമായി അതിർത്തിയുണ്ട്. കാസർഗോഡിന് സമുദ്ര അതിർത്തിയും കർണാടകവുമായി അതിർത്തിയുണ്ട്. അങ്ങനെ സമുദ്ര അതിർത്തി ഇല്ലാത്തതും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ലയാണ് ഏത്? കോട്ടയം. ഞാൻ പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ വടക്ക് തെക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ. സമുദ്ര അതിർത്തി 580 കിലോമീറ്റർ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 590 കിലോമീറ്റർ. കേരളത്തിൽ സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകളുടെ എണ്ണം കൂട്ടുകാരെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ 5, എറണാകുളം 6, ആലപ്പുഴ 7, കൊല്ലം 8, തിരുവനന്തപുരം 9. അങ്ങനെ 9 ജില്ലകൾക്ക് എന്തുണ്ട്? സമുദ്ര അതിർത്തിയുണ്ട്. കൂട്ടുകാരെ തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകളുടെ എണ്ണവും 9 തന്നെയാണ്. കർണാടകവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകളുടെ എണ്ണം 3. കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണ് തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തിയുള്ളത്? അത് വയനാട് ജില്ലയ്ക്കാണ്. പ്രത്യേകം ഓർക്കുക. കർണാടകവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന 3 ജില്ലകൾ വയനാട്, കണ്ണൂര്, കാസർഗോഡ് എന്നീ 3 ജില്ലകളാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകൾക്കാണ് തമിഴ്നാടുമായി അതിർത്തിയുള്ളത്. കൂട്ടുകാരെ കോഴിക്കോടിന് സമുദ്ര അതിർത്തിയുണ്ട്. പക്ഷെ കോഴിക്കോടിന് എന്തില്ല? തമിഴ്നാടുമായി അതിർത്തിയില്ല. കൂട്ടുകാരെ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ല അത് കോട്ടയം ജില്ലയാണ്. ഇത്തരം കാര്യങ്ങളിൽ നല്ല വ്യക്തതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ അത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. കേരളത്തിന്റെ സമുദ്ര അതിർത്തി 580 കിലോമീറ്റർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 590 കിലോമീറ്റർ. വടക്ക് തെക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് 560 ആണ്. തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകളുടെ എണ്ണവും 9 തന്നെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ കൊച്ചു കേരളം. ഓർക്കുക, കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അഥവാ അറബിക്കടലിലേക്ക് പതിക്കാനായി പോകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന അറബിക്കടലിന് നേർ വിപരീത ദിശയിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം 3 പ്രത്യേകം ഓർക്കുക. ആ 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇത് 3 ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി എന്ന് പറയുന്ന നദിയുടെ പോഷക നദികളാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളായ കബനി, ഭവാനി, പാമ്പാർ. ഇനി കേരളത്തിലെ ഏത് നദിയാണ് ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. കൂട്ടുകാരെ, പെരിയാർ വളരെ ജലം വഹിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് ഇത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി അത് മഞ്ചേശ്വരം പുഴയാണ്, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നു. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി അത് തിരുവനന്തപുരത്തെ നെയ്യാറാണ്. നെയ്യാറിന്റെ തീരത്തുള്ള നെയ്യാറ്റിൻകര അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറും ജലസേചന പദ്ധതികളുള്ള ഇറിഗേഷൻ പ്രോജക്ട്സ് ഉള്ള നദി അത് ഭാരതപ്പുഴയുമാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന, കൂട്ടുകാരെ, കേരളത്തിന്റെ ഒരു നട്ടെല്ല് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരുപാട് ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒക്കെ ഒഴുകുന്ന നമ്മുടെ പെരിയാർ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ മലിനീകരണം കുറഞ്ഞ നദി അത് കുന്തിപ്പുഴയാണ്. മനുഷ്യ സ്പർശമില്ലാതെ 10-25 കിലോമീറ്ററോളം മനുഷ്യ സ്പർശമില്ലാതെ ഒഴുകുന്ന ഒരു നദിയാണ് ഇത് കുന്തിപ്പുഴ. കായലുകളുടെ എണ്ണം 34. നമുക്ക് ആ നദികൾ ഒന്നുകൂടി കണ്ടുവരാം കൂട്ടുകാരെ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഇതിൽ കിഴക്കോട്ടൊഴുകുന്ന അഥവാ കാവേരിയിലേക്ക് ഒഴുകിച്ചേരാൻ ആഗ്രഹിച്ചു പോകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ഏറ്റവും നീളം കൂടിയത് പെരിയാർ, നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ. വടക്കേയറ്റത്തെ നദി അത് മഞ്ചേശ്വരം പുഴ, തെക്കേയറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള നദി പെരിയാറും ജലസേചന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയിലും. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടത് പെരിയാർ, മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കായലുകളുടെ എണ്ണം 34. ഇതിൽ ഉൾനാടൻ കായലുകൾ, ഓർക്കുക, ഉൾനാടൻ കായലുകൾ 27 കായലുകൾ ഉൾനാടൻ കായലുകളും സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 7 എന്ന് പ്രത്യേകം ഓർക്കുക. കായലുകളുടെ എണ്ണം 34, ഉൾനാടൻ കായലുകൾ 27, സമുദ്രവുമായി ബന്ധമുള്ള കായലുകൾ 7. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഓർക്കുക, ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇനി കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല, ഒരു സംശയവും വേണ്ട, കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള ജില്ല അത് തിരുവനന്തപുരം ജില്ലയാണ്. വടക്കേ അറ്റത്തുള്ള ജില്ല അത് കാസർഗോഡ് ജില്ലയാണ്. കൂട്ടുകാരെ, തെക്കേ അറ്റത്തെ താലൂക്ക് അത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന താലൂക്കാണ്. വടക്കേ അറ്റത്തെ താലൂക്ക് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി ഓർക്കുക. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം ജില്ല, തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്, വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കൂട്ടുകാരെ, തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം അതായത് നിയമസഭാ മണ്ഡലം അത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയും, വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം അത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവുമാണ്. അപ്പോൾ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്, വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം, വടക്കേറ്റത്തെ നിയോജക മണ്ഡലം അസംബ്ലി മണ്ഡലം അഥവാ നിയമസഭാ മണ്ഡലം അത് മഞ്ചേശ്വരമാണ്. തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലം അഥവാ നിയമസഭാ മണ്ഡലമാണെങ്കിൽ അത് പാറശാലയാണ്. കൂട്ടുകാരെ ഓർക്കുക, തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം, തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര,
തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം അത് പാറശാല. വടക്കേ അറ്റത്തെ താലൂക്കും നിയമസഭാ മണ്ഡലവും മഞ്ചേശ്വരവും തന്നെയാണ്. അത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തന്നെയാണ്. വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം അത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. തെക്കേ അറ്റത്തെ ഗ്രാമ പഞ്ചായത്ത് പാറശാലയാണ്. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലവും തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്തും പാറശാലയാണ്. എന്നാൽ വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് അത് താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ട അതേ ഉത്തരം തന്നെയാണ്. വടക്കേറ്റത്തെ നമ്മുടെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാലും വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? മഞ്ചേശ്വരം എന്ന് തന്നെയാണ്. കൂട്ടുകാരെ, കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗ്രാമം അത് കളിയിക്കാവിളയാണെങ്കിൽ വടക്കേറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ അത് കണ്ണൂർ കോർപ്പറേഷൻ ആണ്. ഈ വടക്കേറ്റവും തെക്കേറ്റവും കൂടി നമുക്ക് ഒന്നുകൂടി കണ്ടുവന്നാലോ കൂട്ടുകാരെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെക്കേറ്റത്തെ ജില്ല അത് തിരുവനന്തപുരം, വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേറ്റത്തെ താലൂക്ക് അത് മഞ്ചേശ്വരം. തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം അത് പാറശാലയാണ്. വടക്കേറ്റത്ത് അത് ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം. വടക്കേറ്റത്തെ താലൂക്കും വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലവും മഞ്ചേശ്വരമാണ്. എന്നാൽ തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയും തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം അത് പാറശാലയുമാണ്. കൂട്ടുകാരെ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം അത് കാസർഗോഡ്. തെക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാലയും വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് അത് മഞ്ചേശ്വരവുമാണ്. പ്രത്യേകം ഓർക്കുക, വളരെ വ്യക്തമായി മനസ്സിലാക്കുക. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗ്രാമം തിരുവനന്തപുരത്തെ നമ്മുടെ കളിയിക്കാവിള എന്ന് പറയുന്ന ഗ്രാമമാണ്. വടക്കേറ്റത്തുള്ള ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടി, കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി. തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരവും വടക്കേറ്റത്തെ കോർപ്പറേഷൻ അത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനുമാണ്. കൂട്ടുകാരെ, തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് പാറശാല. വടക്കേറ്റത്തത് അത് നമ്മുടെ മഞ്ചേശ്വരം തന്നെയാണ്. തെക്കേറ്റത്തെ ഗ്രാമം ഏതാണ്? കളിയിക്കാവിള. വടക്കേറ്റത്തെ ഗ്രാമം ഏതാണ്? തലപ്പാടിയാണ്. ഓർക്കുക, തെക്കേറ്റത്തെ കോർപ്പറേഷൻ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ, വടക്കേറ്റത്തത് കണ്ണൂർ കോർപ്പറേഷൻ. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ എന്തില്ല? കോർപ്പറേഷൻ ഇല്ല. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല, ഒരു സംശയവും വേണ്ട കൂട്ടുകാരെ, പാലക്കാട് ജില്ലയിലാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത്. 4482 ചതുരശ്ര കിലോമീറ്റർ ഉള്ള, അതായത് വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള നമ്മുടെ ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ളത്. എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ജില്ല. അപ്പോൾ ഓർക്കുക, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടും ഏറ്റവും കുറവുള്ളത് വയനാടുമാണ്. ഇനി പട്ടികവർഗക്കാരാകട്ടെ അത് ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ്. ഗോത്രവർഗക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ജില്ല അത് കേരളത്തിൽ വയനാടാണ്. എന്നാൽ ഗോത്രവർഗക്കാർ ഏറ്റവും കുറവ് അധിവസിക്കുന്ന ജില്ല അത് പക്ഷേ ആലപ്പുഴയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി പട്ടികജാതിക്കാർ അത് ഏറ്റവും കൂടുതലുള്ള ജില്ല നമ്മൾ കണ്ടു, അത് ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്, പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലുള്ളതും പാലക്കാട് തന്നെയാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള അത് പക്ഷേ ഒരിക്കലും വയനാട് പറയരുത്, കണ്ണൂർ ജില്ലയാണ്. ഇത് ഇവിടെ കിടക്കുന്നു. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല, പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല അത് നമുക്കറിയാം. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളത് വയനാടാണ്. പക്ഷെ പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ളത് വയനാടല്ല, കണ്ണൂരാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. വയനാടല്ല, കണ്ണൂരാണ്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളതും രണ്ടും ഉത്തരം പാലക്കാട് തന്നെയാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളത് വയനാടും പട്ടികജാതി നിരക്ക് പക്ഷേ ഏറ്റവും കുറവുള്ളത് കണ്ണൂരുമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല അത് പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതും പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളതും രണ്ടും വയനാട് തന്നെയാണ്. എന്നാൽ പട്ടികവർഗ നിരക്കും പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ളതും രണ്ടും ഏറ്റവും കുറവുള്ള ജില്ല അത് ആലപ്പുഴയാണ്. ഒരു കൺഫ്യൂഷൻ ഉള്ളത്
പട്ടിക ജാതിക്കാർ ഏറ്റവും കുറവുള്ളത് വയനാടും പട്ടിക ജാതി നിരക്ക് ഏറ്റവും കുറവുള്ളത് കണ്ണൂരും. ബാക്കിയൊക്കെ സെയിം ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കണ്ടുവരാം. നമ്മുടെ ആദ്യത്തെ ക്ലാസ് വളരെ ഹൃദയസ്ഥമായി നമ്മൾ കണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, വിശാലമായി നമ്മൾ മനസ്സിലാക്കി. നല്ല ടോപ്പിക്കായിരുന്നു. നമുക്കൊന്നും കൂടി കണ്ടുപോകാം. കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 7ാം ഭരണഘടനാ ഭേദഗതി 1956. കൂട്ടുകാരെ, ഇതിനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ പ്രകാരം കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 500 ചില്ലുവാനം നാട്ടുരാജ്യങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത ബ്രിട്ടീഷ് പ്രവിശ്യകളുമായി കിടന്നിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനഃസംഘടിപ്പിക്കുകയായിരുന്നു ഈ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. കൂട്ടുകാരെ, ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുനഃസംഘടിപ്പിച്ചത്? ഭാഷാടിസ്ഥാനത്തിലാണ്. അങ്ങനെ മലയാളം സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചിരുന്ന മലബാർ പ്രവിശ്യയും മലയാളം സംസാരിക്കുന്ന കൊച്ചി നാട്ടുരാജ്യവും മലയാളം സംസാരിക്കുന്ന തിരുവിതാംകൂർ നാട്ടുരാജ്യവും കൂടി ചേർന്ന് കേരളം നിലവിൽ വന്നു 56 നവംബർ 1. കൂട്ടുകാരെ, ഈ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. ഓർക്കുക, ഇങ്ങനെ മലയാളം സംസാരിക്കുന്ന മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ ഒരു നാൾ ഒരുമിച്ച് വരുമെന്നും അതിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാകും എന്നും പ്രെഡിക്റ്റ് ചെയ്ത ഒരു ദേശാഭിമാനിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, അപ്പൊ അതൊരു ചോദ്യം കിടപ്പുണ്ട്. അങ്ങനെ മലയാളം സംസാരിക്കുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ഒരുമിച്ച് വരുമെന്നും അതിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാകുന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓർക്കുക, ഈ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ. അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ ജില്ലയാണ് മലബാർ. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 14 ജില്ലകൾ. കൂട്ടുകാരെ, സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ലകളുടെ എണ്ണം 9 ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. കോട്ടയത്തിന് അതിർത്തിയില്ല. എറണാകുളത്തിന് അതിർത്തി, അപ്പോൾ 4. തൃശ്ശൂരിന് അതിർത്തി, അപ്പോൾ 5. മലപ്പുറത്തിന് അതിർത്തി, പാലക്കാടിന് അതിർത്തിയില്ല, അപ്പോൾ 6. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, അങ്ങനെ 9 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി, നമ്മുടെ അറബിക്കടലുമായി അതിർത്തി. എന്നാൽ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കാത്തതുമായ കേരളത്തിലെ ഏക ജില്ല അത് കോട്ടയം ജില്ലയാണ്. അപ്പോൾ കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കാണ് സമുദ്ര അതിർത്തി ഇല്ലാത്തത്? അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകൾക്കാണ് എന്തില്ലാത്തത്? സമുദ്ര അതിർത്തി ഇല്ലാത്തത്. കൂട്ടുകാരെ, ഇനി മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്. തിരുവനന്തപുരം 1, കൊല്ലം 2, പത്തനംതിട്ട 3, ഇടുക്കി 4, എറണാകുളം 5, തൃശ്ശൂര് 6, പാലക്കാട് 7, മലപ്പുറം 8, വയനാട് 9. അങ്ങനെ 9 ജില്ലകൾക്ക് എന്തുണ്ട്? തമിഴ്നാടുമായി അതിർത്തിയുണ്ട്. വയനാട്, കണ്ണൂര്, കാസർഗോഡ്, അങ്ങനെ 3 ജില്ലകൾക്ക് കർണാടകവുമായി അതിർത്തിയുണ്ട്. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ജില്ല വയനാട്. ഐറപ്പി: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, വയനാട്. അങ്ങനെ 9 ജില്ലകൾക്ക് എന്തുണ്ട്? നമ്മുടെ തമിഴ്നാടുമായി അതിർത്തി. കോഴിക്കോടിന് തമിഴ്നാടുമായോ കർണാടകവുമായോ അതിർത്തിയില്ല. ആകെയുള്ളത് സമുദ്ര അതിർത്തി മാത്രമാണ്. 9 ജില്ലകൾക്ക് തമിഴ്നാടുമായി അതിർത്തി, 3 ജില്ലകൾക്ക് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 3 ജില്ലകൾക്ക് കർണാടകവുമായി അതിർത്തി. 9 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി, 5 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി ഇല്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കാത്തതുമായ ഏക ജില്ല കേരളത്തിൽ കോട്ടയം ജില്ലയാണ്. ഓക്കെ, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കൂട്ടുകാരെ, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് 152, ഗ്രാമപഞ്ചായത്തുകൾ 941, റവന്യൂ ഡിവിഷനുകൾ 27, അവിടെ 14 ജില്ലകളിലായി 78 താലൂക്കുകൾ, 1666 റവന്യൂ ഗ്രാമങ്ങൾ, 6 കോർപ്പറേഷൻ, 87 മുനിസിപ്പാലിറ്റി, 140 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ 140 നിയമസഭാ അംഗങ്ങൾ. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും, അങ്ങനെ 2 വയനാട് ജില്ലയിൽ.
ലോക്സഭാ മണ്ഡലങ്ങൾ 20. കൂട്ടുകാരെ, ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകൾ 9. കൂട്ടുകാരെ, രാജ്യസഭയിലുള്ള മലയാളികളുടെ എണ്ണം ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 9 കൂടുതൽ കാണും. പക്ഷെ കേരളത്തിലെ MLA-മാർ തിരഞ്ഞെടുക്കുന്ന, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, കേരളത്തിലെ MLA-മാർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രാജ്യസഭയിലെ പ്രതിനിധികളുടെ എണ്ണം 9 ആണ്. അതാണ് ചോദ്യം. കേരളത്തിലെ MLA-മാർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളുടെ എണ്ണം 9. അഥവാ കേരളത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്ന രാജ്യസഭാ സീറ്റുകൾ ഈ പറയുന്നത് പോലെ 9 സീറ്റുകളാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21, ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13. ഔദ്യോഗിക മൃഗം ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസിറസ് ബൈക്കോർണിസ്. മത്സ്യം കരിമീൻ, എട്രോപ്ലസ് വെരാറ്റിനൻസിസ്. വൃക്ഷമാണെങ്കിൽ കോക്കസ് ന്യൂസിഫറ അഥവാ നമ്മുടെ തെങ്ങ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കാസിയ ഫെസ്റ്റുല. പാനീയം ഇളനീര്. ഫലം ചക്ക, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ. കൂട്ടുകാരെ, ഇത് കേരളത്തിൽ പാപ്പിലിയോ ബുദ്ധ അഥവാ ബുദ്ധമയൂരി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 580, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം 590. വടക്ക് തെക്ക് ദൈർഘ്യം 560 കിലോമീറ്റർ. നദികളുടെ എണ്ണം 44. കിഴക്കോട്ടാണെങ്കിൽ 3, അവ 3 കാവേരിയിലേക്ക് പതിക്കുന്നു. കബനി, ഭവാനി, പാമ്പാർ. പടിഞ്ഞാറോട്ട് അറബിക്കടലിനെ ലക്ഷ്യമായി പോകുന്ന നദികളുടെ എണ്ണം 41. ഇവയിൽ 44 നദികളിൽ ഏറ്റവും നീളം കൂടിയത് പെരിയാറ്, നീളം കുറഞ്ഞത് മഞ്ചേശ്വരം. വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം, തെക്കേറ്റത്ത് നെയ്യാറ്. കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറ്. എന്നാൽ ജലസേചന പദ്ധതികൾ, ഇറിഗേഷൻ പ്രോജക്ട്സ് കൂടുതലുള്ളത് നമ്മുടെ ഭാരതപ്പുഴയിലാണ്. മലിനീകരിക്കപ്പെട്ട നദി പെരിയാറ് തന്നെയാണ്. മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ എന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒരു പോർഷൻ നദിയാണ്. ആകെ കായലുകളുടെ എണ്ണം 34. ഇതിൽ സമുദ്രത്തോട് ചേരുന്ന കായലുകളുടെ എണ്ണം വെറും 7 മാത്രമേ ഉള്ളൂ. ബാക്കി 27 എന്താണ്? ഉൾനാടൻ കായലുകളാണ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കൂട്ടുകാരെ, കേരളത്തിലെ തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം, തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം അതും തിരുവനന്തപുരം. വടക്കേറ്റത്തുള്ള ജില്ല, വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം, നിയമസഭാ മണ്ഡലം അത് പാറശാല, വടക്കേറ്റത്ത് അത് മഞ്ചേശ്വരം. തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം നേരത്തെ സൂചിപ്പിച്ചു. അടുത്തത് തെക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല, പക്ഷെ വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് അത് മഞ്ചേശ്വരം തന്നെയാണ്. തെക്കേറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള, അത് പക്ഷെ വടക്കേറ്റത്താണെങ്കിൽ തലപ്പാടി. തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, പക്ഷെ വടക്കേറ്റത്തത് കണ്ണൂരാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളതുമായ ജില്ല പാലക്കാടാണ്. പട്ടികവർഗക്കാർ ശ്രദ്ധിക്കണം, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളതുമായ ജില്ല പാലക്കാട്. എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല വയനാടല്ല, കണ്ണൂരാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതുമായ ജില്ല വയനാടാണ്. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല, പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല രണ്ടും ആലപ്പുഴയാണ്. പ്രത്യേകം ഓർക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.